guys, welcome to Editex part 3 of our trip. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിലേക്കാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ സൂ ആണെങ്കിൽ ഇത് കൊട്ടാരമാണ്. അത് എത്ര നേരം എടുക്കുമെന്നുള്ള ബൃന്ദാവൻ കാടലിൽ നമ്മൾ പോകുമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതൊക്കെ തന്നെയായിരുന്നു, പോകാൻ പറ്റില്ല. പോകാൻ അതും കാണിച്ചു തരാം. ഇതിൻ്റെ നീളം അനുസരിച്ച് ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ഞാൻ പാർട്ട് 4 കിട്ടും. Okay, yes, thanks for staying in tune with the episodes. Okay, let's get into the... നമ്മൾ ടിപ്പു സുൽത്താൻ്റെ പാലസിലോട്ട് പോവാണ്. 10 AM തൊട്ട് 5 PM വരെയാണ് അവിടുത്തെ ക്ലോസിങ് സമയം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇത്തിരി വൈകിപ്പോയി. എൻ്റെ ഇടുന്നേക്കാനും ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴൊക്കെ ഒത്തിരി വൈകിപ്പോയി. യെസ്, ഇതാണ് പാലസ്. അപ്പോൾ ഇവിടെ നമ്മളെ റൂമിൽ നിന്ന് ഒരു 11 കിലോമീറ്ററാണ് പാരസൂട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ മൈസൂരിലെ ലാസ്റ്റ് ഡേ ആണ്. ഇതായിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. പരമാവധി സ്ഥലങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. ഇതായിട്ട് വൃന്ദാവനോട്ടൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ട്. ഞങ്ങൾ ശ്രമിക്കും എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ ഇറ്റ് ഈസ് അവർ ലാസ്റ്റ് ഡേ ഓൺ മൈസൂർ. അപ്പോൾ നമ്മളിവിടെ എത്തി. എൻ്റെ പുറകെ കാണുന്ന അതാണ് കോട്ട. ഉള്ളിലോട്ട് എന്തായാലും പോവല്ല. അപ്പൊ ഡീറ്റെയിലായിട്ട് കാണാം. പാർക്കിംഗ് സൈഡിൽ ഭയങ്കര പൊടിയാട്ടാ. പൊടി എന്നൊക്കെ പറഞ്ഞ ഒരു മാസ്ക് വെക്കണം, നല്ലതായിരിക്കും പാലസിനുള്ളിൽ കയറുന്ന മുമ്പ് വരെ, അല്ലേ അമ്മ? നമ്മൾ വിളിച്ചിട്ട് വേറൊരു ക്യാമറ ആളും കൂടെ ഉണ്ട്. ഇത് നമ്മളെക്കാളും കൂടി ഫോട്ടോ എടുത്താണോ എന്ന് പറയണം. അപ്പോൾ നമ്മൾ പാലസിനുള്ളിലോട്ട് കടക്കാൻ പോവാണ്. അതാണ് അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ പാലസ്. അപ്പോൾ കോട്ടയിലുള്ളിൽ കിടക്കാൻ പോവാണ്. ഉള്ളോട്ട് വരുമ്പോൾ കംപ്ലീറ്റ് വേറൊരു ലോകമാണ്. നമ്മൾ കണ്ട അവിടെ ഇത് കൊണ്ടുള്ള വേറൊരു ലോകം, അല്ലേ? പൈസ കൊടുത്ത് വരാൻ ഈ സ്ഥലം വേർത്താണ്. ഒന്ന് വന്ന് കാണുക. ഇപ്പൊ ടിപ്പു സുൽത്താൻ്റെ കഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അത് ഞാനിത് പറഞ്ഞുതരാം. ടിപ്പു സുൽത്താൻ മൈസൂരിലെ പഴയ രാജാവായിരുന്നു. ദാനാഹാളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടിപ്പു സുൽത്താൻ ജനിച്ചത്. ടിപ്പു സുൽത്താൻ്റെ അമ്മയുടെ പേര് ഫാത്തിമ ഫക്കീർ ഉൻ നിസ എന്നാണ്. അച്ഛൻ്റെ പേര് ഹൈദർ അലി. അച്ഛൻ ടിപ്പു സുൽത്താൻ്റെ അച്ഛനായ ഹൈദർ അലി ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. ആ രാജ്യം അടക്കി ഭരിക്കുമെന്ന് അങ്ങനെ ഒരു ഹൈദർ അലിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അടക്കി ഭരിക്കുകയും ചെയ്തു. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ അച്ഛനായിരുന്നു പണ്ട് മൈസൂരിലത്തെ രാജാവ്. ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവരുടെ സക്സസറായിട്ട് വന്നതാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ വേറൊരു വിളിപ്പേരും കൂടെ ഉണ്ട്, ടൈഗർ ഓഫ് മൈസൂർ. അങ്ങനത്തെ ഒരു വിളിപ്പേരും കൂടെ ടിപ്പു സുൽത്താൻ ഉണ്ട്. അതിനകത്ത് പടയാളികളുടെ ഒരു ടൈഗറിൻ്റെ പോലത്തെ ഉടുപ്പും എംബളം തന്നെ, ആ ഒരു കോട്ടനുള്ളിൽ ടൈഗറിൻ്റെ ഒരു എംബളം തന്നെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഈ വീഡിയോൻ്റെ മുമ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. ടിപ്പു സുൽത്താൻ്റെ 2 ഭാര്യമാരും കൂടി ഉണ്ടായിരുന്നു. റുഖ്വായ ബാനു ബേഗം ആൻഡ് ഖദേജ സമാൻ ബേഗം. 2 ഭാര്യമാർ നമ്മുടെ ടിപ്പു സുൽത്താനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടിപ്പു സുൽത്താന് കുറേ മക്കളുണ്ടായിരുന്നു. കുറേ എന്ന് പറഞ്ഞാൽ 12 മക്കളുണ്ടായിരുന്നു നമ്മുടെ ടിപ്പു സുൽത്താൻ. പഴയ കാലത്ത് ഈ പേപ്പറും ബാമ്പും ഉണ്ടാക്കിയ റോക്കറ്റ്. പക്ഷേ ടിപ്പു സുൽത്താന് റോക്കറ്റിനോട് ഇങ്ങനത്തെ ഇന്നോവേഷനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനായതുകൊണ്ട് അയൺ കാസ്റ്റ് റോക്കറ്റ്, അതും റഷ്യക്കാരുടെയും കൂടെ ഒരു പിന്തുണ കൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാക്കിയത്. ടിപ്പു സുൽത്താൻ അങ്ങനെ ആയുധങ്ങളും ഇന്നോവേഷനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ടിപ്പു സുൽത്താൻ 3 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ 1782 തൊട്ട് 1799 വരെ ആണ് ടിപ്പു സുൽത്താൻ ഈ മൈസൂർ അടക്കി ഭരിച്ചത്. എൻ്റെ രാജാവായി.
അവസാനം നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കൈകൊണ്ട് തന്നെ നമ്മൾ ടിപ്പു സുൽത്താൻ മരിച്ചു. അതാണ് ടിപ്പു സുൽത്താൻ്റെ കഥ. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ കഥ എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നല്ലോ. ഒരുപാട് എല്ലാവർക്കും അറിയാൻ പാടുള്ളവർക്ക് ഒരു അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഇത്ര സമയം എടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത് ടിപ്പു സുൽത്താൻ്റെ കഥ. അപ്പോൾ ഇപ്പം അറിയാൻ പാടാത്തവർക്ക് അതിനെപ്പറ്റി ഒരു മനസ്സിലാക്കാണല്ലോ ടിപ്പു സുൽത്താനെ പറ്റി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പാലസിലോട്ട് കടക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. നല്ല തിരക്കാണ് ഈ സ്ഥലത്ത്. ഭയങ്കര തിക്കും ഇടിയും കുത്തുമാണ്. തിക്കിടിയും കുത്തല്ല, ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇതെല്ലാം കേട്ടോ അകത്തോട്ട് നമുക്ക് കാണിക്കാം. ഒഫീഷ്യലി നമ്മൾ പാലസിനോട് കടന്നിരിക്കുന്നു. നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നോയ്സ് ഇതൊക്കെ ഉണ്ടാകും. നമുക്ക് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം. അപ്പം ഇതാണ് നമ്മുടെ പാലസിൽ ഓരോരോ സാധനങ്ങൾ എന്ന് വെച്ചാൽ പാലസിൽ ഇപ്പോൾ കസേര അങ്ങനത്തെ കുറേ പഴയ കാലത്തെ കാര്യങ്ങളെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ തിരക്കായതുകൊണ്ട് എനിക്ക് എല്ലാം കാണിക്കാൻ വരില്ല. പറ്റില്ല, ഞാൻ കാണിക്കാം. പിന്നെ ആ ഫാനും അവിടെ വെച്ചതുകൊണ്ട് കാര്യങ്ങൾ കുറേ ബ്ലോക്ക് ആവുന്നുണ്ട്. എല്ലാം കാണിക്കാൻ പറ്റില്ല, കാരണം ഫാനാണ് മറക്കുകയുള്ളൂ. അപ്പോൾ ഇതാ നിൽക്കുന്നതാണ് നമ്മുടെ മൈസൂർ ആ ഒരു പാലസില്ല, അതിൻ്റെ ഒരു വുഡൻ സ്റ്റാച്ചു. ശരിക്കും പറഞ്ഞാൽ അതവിടെ ജസ്റ്റ് ഉണ്ടാക്കി വെച്ച് തന്നെയാണ്. ഇവിടെ പറയുന്നത് അത് കത്തിക്കരിഞ്ഞു പോയി, അതിൻ്റെ ഒരു വേറൊരു പീസ് അവിടെ ഇരിക്കുന്നതെന്ന്. ഇത് ഉണ്ടാക്കിയ ആളുടെ പേര് കൃഷ്ണരാജ വാദ്യാർ. ഇതാണ് ഇത് ഉണ്ടാക്കിയ ആളുടെ പേര്. ശരി, നമ്മൾ കത്തിക്കരിഞ്ഞു പോയിട്ടോ. അതൊക്കെ കത്തിക്കരിഞ്ഞ ഒരു സാധനമാണ്. അതെങ്ങനെ കത്തിക്കരിഞ്ഞൊന്നും പറയുന്നില്ല, എന്നാലും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ കാണാം നമുക്ക്. കണ്ടോ, കുറേയൊക്കെ ഇത് എനിക്ക് എന്താണെന്ന് പറയുമ്പോൾ ഇതാ ഒരു വിഗ്രഹം പോലത്തെ എന്താണ്ടോ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് കാര്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. ഇതിനെപ്പറ്റി അറിവുള്ളവർ എനിക്ക് ഒന്ന് കമൻറ്റിൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ കുറേ സാധനങ്ങൾ അവിടെ വീശുന്ന ഫാൻ പോലെ, പണ്ട് ഒരു ഫാൻ പോലെ സാധനം വീശില്ലായിരുന്നു, അതൊക്കെ ഉണ്ട്. കണ്ടോ, ആർക്കിടെക്ചർ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ പണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഇവരിനി ഇത് മോഡി പിടിപ്പിച്ചെടുത്താണോ എന്ന് അറിയാൻ പാടില്ല. കണ്ടോ, അത് വിഗ്രഹമൊക്കെ ഇരിക്കുന്നത് ഗണപതിയുടെയൊക്കെ. ഇതൊരു മോഡി പിടിപ്പിച്ചാണോ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു പണ്ട്, അറിയാൻ പാടില്ല എനിക്ക് കാര്യമായിട്ട്. എന്നാലും അവിടെയൊക്കെ പെയിൻ്റ് അടിച്ചാണെന്നറിയാം. ഈ കല്ലൊക്കെ ഒറിജിനലാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം അതൊക്കെ അത്യാവശ്യം പഴക്കമുള്ള പോലെ തോന്നുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ശരിക്കും പറഞ്ഞാൽ ആനയുടെ തല കാണാം. ഇതാണ് അവിടെ ആനയുടെ തല കാണുന്നില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ആനയാണ്. ഒറിജിനൽ ആനയുടെ തലയാണ് അത്. കണ്ടോ, അതിൽ ഒറിജിനൽ ആനയുടെ തല അവിടെ വെട്ടി വെച്ചേക്കുകയാണ്. ഞാനത് വെച്ചത് ആദ്യം വെറും കളിബൊമ്മ പോലെ തല ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരിക്കും, അല്ല, ഒറിജിനൽ ആനയുടെ തലയും ഒക്കെയാണത്. ഇപ്പോൾ നമ്മൾ പാലസിൻ്റെ നടുക്ക് വന്നിരിക്കുന്നുണ്ട്. ഗേറ്റൊക്കെ ഒരു കണ്ടറിയാം അക്കത്തേന്ന് പഴക്കമുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ പറഞ്ഞ ടൈഗറിൻ്റെ സ്റ്റാച്ചു നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ആയിരിക്കാം പണ്ട് അവിടെ ഇങ്ങനെ വെച്ചത്. അവിടുത്തെ ആ പട്ടാളക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടോ, പെയിൻറ്റിങ് ആണ്. ഒരു പഴയ കാലത്തെ പെയിൻറ്റിങ്. അപ്പോൾ ഇവിടെ കുറേ പെയിൻറ്റിങ് ഇങ്ങനെ ഉണ്ട്. എല്ലാം ഒന്നും നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അത് ഞാൻ കാണിച്ചു തരാം. അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഇത് കാണാനുള്ള ഒരു ഇതാവുമല്ലോ. കണ്ടോ, ആ പാലസിന് നടുക്കാണ്. എനിക്കോണ്ട് ഈ സ്ഥലത്തായിരുന്നു ഈ ഡാൻസും അങ്ങനത്തെ പരിപാടിയൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ ഡാൻസും പാട്ടും അങ്ങനത്തെ അതൊക്കെ അവിടെ ഈ സ്ഥലത്തിരുന്നാന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി കാര്യം അറിയാൻ പാടില്ല. ഞാൻ ജസ്റ്റ് അസ്യൂമി ആണ് ഇത് കണ്ടിട്ട്. കണ്ടോ, ആ ഫാനൊക്കെ കണ്ടറിയാതെ ഇപ്പോൾ പിടിച്ചാണെന്ന്. അതൊന്നും പഴയ കാലത്ത് ഉണ്ടായില്ല. ചിലപ്പോൾ അത് പിടിപ്പിച്ചായിരിക്കും, എന്നാലും അതൊരു പുതിയ ടെക്നോളജി പോലെയാണ്. ആ കാലത്ത് ഫാനൊന്നും കണ്ടുപിടിച്ച് ഇങ്ങനെ കാണില്ല. അപ്പോൾ അത് ഇലക്ട്രിസിറ്റി പോലും വലിയ കണ്ടുപിടിച്ച് കാണില്ല. കണ്ടോ, ഇതാണ് എൻ്റെ ഒരു സെൻറ്റർ പാലസിൻ്റെ. കണ്ടോ, അങ്ങോട്ട് കയറാൻ പറ്റില്ല, റെസ്ട്രിക്റ്റ് ഏരിയ ആണ്. ഞാൻ ഇവിടെ ഇരുന്ന് സെൽഫി സ്റ്റിക്ക് നീട്ടിപ്പിടിച്ചാണ് ഇതെല്ലാം എടുക്കുന്നത്. കേട്ടോ, നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ. ഇത് ചിലതൊക്കെ ഇവർ ചിലപ്പോൾ നശിച്ചു പോയിട്ട് മോടി ഇടിപ്പിച്ച് കാണും. പക്ഷേ ചിലത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് അതിന് പഴക്കമുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ പെയിൻ്റ് വെച്ചിട്ടാന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത്ര
എത്ര പഴയ സ്ട്രക്ചേഴ്സ് ആയാലും ഇപ്പോഴും നിൽക്കുന്നത്. കുറച്ച് മെയിൻ്റെനൻസ് നടത്തി കാണും, എന്നാലും ഒക്കെ പടുതാര സമയം ടൈലൊക്കെ അതേപടി തന്നെ, ഒരു മാറ്റക്കാരോട് സംഭവിച്ചിട്ടൊന്നുമില്ല. ഈ പെയിൻറ്റിങ്സ് പണ്ട് തൊട്ടേ ഉള്ളതാണോ അല്ലെങ്കിൽ ഇപ്പോൾ വരച്ചിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഈടായിട്ട് എന്നുവെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ വരച്ചതാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ പണ്ടായിരിക്കും. ഒന്നറിയാവുന്നവർ കമൻറ്റ് പറയണേ. ഈ പാലസൊക്കെ അടിച്ചു ഒത്തിരുടെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണോ അല്ലേ? രാവിലെ തുടങ്ങിയ രാത്രി ആകുമ്പോഴത്തേരും ഇത് അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കുന്നെങ്കിൽ. ഇതാ പെയിൻറ്റിങ്സിൽ മറ്റൊരെണ്ണമാണ് ഇത്. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ആ ഒരു റോയൽ ഫാമിലിയിലെ ആ ഒരു അംഗങ്ങളുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഫോട്ടോ കുറച്ചിട്ടായിരിക്കട്ടോ, അതൊന്നും അവരങ്ങനെ ചെയ്യില്ല. ഫോട്ടോ പഴയ കാലത്ത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അത് ഓരോരോ അംഗങ്ങളുടെ പേരാണ്. ചെറുതുമാണ്, പിന്നെ അത്യാവശ്യം ദൂരെയാണ്. എനിക്ക് മര്യാദക്ക് അതിൻ്റെ പേര് വായിക്കാൻ കഴിയുന്നില്ല. അറിയാവുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കണ്ടോ. അതിൽ ഓരോരോ കുടുംബാംഗങ്ങളാണ് ടിപ്പു സുൽത്താൻ്റെ ആ ഒരു കുടുംബത്തിൽ, റോയൽ ഫാമിലിയിലെ ഓരോരോ കുടുംബാംഗങ്ങൾ കണ്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ. ഇനിയും കുറേ കണ്ടോ. ഇതാക്കാലത്ത് ഏതൊരു രാജാവാണിത്. ആരത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവാനുള്ള കാരണം തിരക്കും നിൽക്കുമായിരുന്നുകൊണ്ട് നമുക്ക് അവിടെ തന്നെ നിന്നാണ് കാണാൻ പറ്റില്ല. നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ രാജാവെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇതാണോ നമ്മളവിടെ പോന്നപ്പോൾ തന്നെ അവിടെ നല്ല തിരക്കാണ് കണ്ട. അത്രയും തിരക്കുള്ളപ്പോൾ ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തു. അത്യാവശ്യം തിരക്കിനെ പറ്റി ഒരു മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയണ്ട. സത്യമാണ്, അത്രയും നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് വളരെ ചുരുക്കം വേണ്ടി അറിയാൻ പാടില്ലാത്ത പറഞ്ഞാൽ ഞാൻ ഈ നിൽക്കുന്ന ആൾക്കാർ ഉപന്യായ ഓഫ് ജാമചാർജ വൈദ്യർ, അതാണ് അവരുടെ പേര്. ഇത്തിരി കടിച്ചാപ്പൊട്ടാത്ത വാക്കുകളാണ്, അതാണ് അവരുടെ പേര്. ഇതാ അവിടെ സ്വർണ്ണങ്ങളും ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള പെട്ടികളില്ലേ, അത് പിന്നെ കുറേ കണ്ണാടികളും പിന്നെ കുറേ വിഗ്രഹങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് ഈ ഏരിയയിൽ ഉള്ളത് കണ്ടോ. അവിടെ പല ഐറ്റമാണ്. അവിടെ ദീപവിളക്കും അതൊക്കെ ഉണ്ട്. അവിടെ വീണയുടെ രൂപത്തിലുള്ള ഒരു സ്റ്റാച്ചു പോലത്തെ എന്ത് സാധനമുണ്ട്. പിന്നെ ഒരു ഫോട്ടോ ഉണ്ട്, കുറേ സ്റ്റാച്ചുകൾ, അങ്ങനെ പല പിന്നെ കുറേ സ്ക്രോൾസുകളുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി കൊടുക്കില്ലേ, ആ സ്ക്രോൾസുകളും ഇവിടെ ഉണ്ട് കണ്ടോ. ഫോട്ടോ ഒക്കെ ഉണ്ട് അവിടെ, അങ്ങനെ ഫ്രെയിം ചെയ്ത ഫോട്ടോസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഉള്ള സെക്ഷൻ ഇതാ ഇവിടെ ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൻ്റെ പറഞ്ഞാൽ ഞാൻ ഇവിടെ സ്റ്റാച്ചു കണ്ടിട്ട്, ഇതാണ് സ്റ്റാച്ചു, 2 പുലിയുടെ സ്റ്റാച്ചു കണ്ടോ. ഇതാ അവിടെ കൂടിയാണ് മഴവെള്ളമൊക്കെ വീണ. ആ നെറ്റൊക്കെ ഇപ്പോൾ വിരിച്ചാന്ന് കേട്ടോ, അത് നേരത്തെ ഉണ്ടായിക്കാണില്ല. അതുണ്ടോ ആ ഊട്ടുകളുണ്ടോ, മഴവെള്ളമൊക്കെ അതിൽ കൂടെ ആയിരിക്കും ഊർന്നു പോകുന്നത്. അതൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഇത്തിരി അഡ്വാൻസ്ഡ് ആയിരുന്നു അന്നത്തെ കാലം. പ്രത്യേകിച്ച് ടിപ്പു സുൽത്താൻ അത്യാവശ്യം നല്ലൊരു രാജാവായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നവരെ നല്ല രാജാവായിരുന്നു. അനദർ വ്യൂ ഓഫ് ദിസ് പ്ലേസ് കണ്ടോ. അവിടെ ഇതാണ്ട് ആ സൈഡൊക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ കൂടെ ആയിരിക്കും കയറാൻ വേണ്ട, ആ സ്റ്റെപ്പ് കണ്ടോ, അതിൽ കൂടെ ആയിരിക്കും അവർ മുകളിലോട്ടൊക്കെ കയറി പോകുന്നത്. അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. ഇവരവിടെ കൂടെ കയറ്റിവിടാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു കണ്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അവിടം വരെയൊക്കെ നമുക്ക് പോവാം, പക്ഷെ നമ്മൾ പോകത്തില്ല. അപ്പോൾ ഇവിടെ വേറെയും കുറേ ചിത്രങ്ങളുണ്ട്. ഈ പട്ടാളക്കാരൊക്കെ കുതിരയിരിക്കുന്നത്, അങ്ങനത്തെ കുറേ ചിത്രങ്ങളും കുറേ ചിത്രം തന്നെ കാണിച്ച് ഈ വീഡിയോ നമുക്ക് 1 മണിക്കൂറൊക്കെ ആക്കാം. അത്രക്ക് ചിത്രങ്ങളുണ്ട്, കുറേ സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മളപ്പോൾ ഈ ഒരു സെക്ഷൻ വിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാൻ നമ്മൾ ഇവിടുത്തെ എന്താണ്ടോ കാണലൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിൽ പോയി അവിടെ ഉള്ള എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. നെക്സ്റ്റ് സെക്ഷനിൽ കണ്ടോ ഇവിടെ ഇങ്ങനെ ആ ഒരു കണ്ണാടിയൊക്കെ ചിലപ്പോൾ ഉള്ളതായിരിക്കും. ആ ലൈറ്റൊക്കെ അവർ ഇപ്പോൾ പിടിച്ചായിരിക്കും.
അപ്പോൾ ഇതാണ് അടുത്ത സെക്ഷൻ. ഇന്ന് പറയുന്നത് ആ പാലസിൻ്റെ ടോപ്പ് വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സ്റ്റേഴ്സൊക്കെ കയറി മുകളിലത്തെ ആ ഒരു വ്യൂ ആണ് നമ്മൾ അവിടെ സാധനമൊക്കെ ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോ പിന്നെയും കണ്ണാടികൾ ഇവിടെ കുറേ ഉണ്ട്. അതേപോലെ ഇതൊക്കെ ഈ ലൈറ്റം വന്നൊക്കെ ഇപ്പോൾ പിടിപ്പിച്ചായിരിക്കും. പഴയ കാലത്ത് ചിലപ്പോൾ അവരല്ല കയ്യിലല്ല തീ കൊടുക്കണം, തീ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ ഇതാണ് ജനാലേൻ്റെ പുറത്ത് ആ ഒരു ജനാല ആ ഒരു പുറത്തോടെ നോക്കിയാൽ കിട്ടുന്ന ആ ഒരു വ്യൂ കണ്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റെയറും കയറുന്ന നമ്മൾ ആ ഒരു മുകളിലെത്തിയേക്കാണ്. ഇവിടെ നിന്നായിരിക്കും ഇനി അങ്ങോട്ടുള്ള വ്യൂസ് കണ്ടോ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തിനാ ഇങ്ങനത്തെ ഒരു മുറികളൊന്നും പോലും എനിക്ക് അറിയാൻ പാടില്ല. എന്നാൽ നല്ല വിശാലമാണ്, നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഓൾവേസ് റെസ്ട്രിക്റ്റഡ് ഏരിയ കണ്ടോ. വർക്കുകളൊരു ഒക്കെ കണ്ടു. അതൊക്കെ ഈ കാലത്ത് ഏതാണ് പണ്ട് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. കണ്ടിട്ട് പുതിയതുപോലെ ഒന്നുണ്ട്, ചിലപ്പോൾ ഈ കാലത്ത് ചെയ്തതായിരിക്കും. കണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഒരു പാലസിൻ്റെ ആ ഒരു മുകളിലെത്തും. എന്ന് വെച്ചാൽ ടിപ്പു സുൽത്താനും രാജ്ഞിമാരും എല്ലാവരും കൂടെ ഓരോരോ ഫങ്ഷനുകളിലും അങ്ങനത്തെ കാര്യങ്ങളിലും വന്നിരിക്കുന്ന സ്ഥലം. പിന്നെ കുറേ പെയിൻറ്റിങ്സ് കുറേ മറ്റു ഏരിയ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ട പോലെ തന്നെയുള്ള ഒരേ പെയിൻറ്റിങ്സ് രണ്ടു റിപ്പീറ്റ് ചെയ്തൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തല്ല, അതേപോലത്തെ കണ്ട സാധനം തോന്നുന്ന രീതിയിലുള്ള എന്നാൽ വേറെ പെയിൻറ്റിങ്സ് അങ്ങനത്തെ കുറേ പെയിൻറ്റിങ്സ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടത് തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ രണ്ട് കുതിരകളും പടയാളുകളും ചിലപ്പോൾ എല്ലാവരുടെയും തോക്കുണ്ടാവും. ആ ടൈപ്പ് അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വാതിലും അവിടെ ഇതൊക്കെ ഉണ്ട്. അങ്ങോട്ട് നമുക്ക് കാല് വെക്കാൻ പോലും പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയ വരുമ്പോഴാണ് ഇത് കിട്ടുക, ആ ഒരു ഫീൽ കിട്ടില്ല. ഇവിടെയൊക്കെ ഫാനുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വരുമ്പോൾ അത് ബ്ലോക്ക് ആവും കണ്ടോ. അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ കയറി ഇപ്പോൾ അത് ഇവിടെ എത്തിയേക്കാണ്. ആ ഒരു ഏരിയ നമ്മൾ വന്ന് ഇതാണ്ട് ഇവിടെ ആ ഒരു ദൈവങ്ങളുടെ ആ ഒരു ഗണപതി അവിടെ മറ്റേ പാർവതി ഇവിടെ അങ്ങനത്തെ ഓരോരോ പടങ്ങളും പെയിൻറ്റിങ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വാർത്തയ്ക്ക് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല, അതൊക്കെ അവിടെ പൂട്ടിട്ടേക്കാണ്. അങ്ങനെ വാലുകൾ വരുമ്പോഴാണ് ഈ സ്ഥലത്തിനൊക്കെ ഒരു മിസ്റ്റീരിയസ്നെസ് കൊടുത്തത്. കാരണം അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആഗ്രഹം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരിക്കും, എന്താണ് അവിടെ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഇവിടെ ടിപ്പു സുൽത്താൻ്റെ തന്നെ വേറെ ഒരു സ്റ്റാച്ചു പോലെ കണ്ടിട്ടുണ്ടാവില്ല. ടിപ്പു സുൽത്താൻ ഇരിക്കുന്ന പോലെ സ്റ്റാച്ചു ഓഫ് കൃഷ്ണരാജ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരാൾ അവിടെ ഇരിക്കുന്നൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മതിലുകളിലും പെയിൻറ്റിങ്സിനൊക്കെ ഈ ദശാവതാരം വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതറിയാമല്ലോ, ഇത് പണ്ട് അങ്ങനത്തെ ഒരു പാലസാണ്. ദശാവതാരങ്ങളുടെ ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടിപ്പു സുൽത്താനും അതിഥികളൊക്കെ വന്നിരിക്കുന്നത് അതാണിത്. ആ സീറ്റുകൾ കണ്ട ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഇവിടെയാണ് അവർ വന്നിരിക്കാറുള്ളത്. ആ ഒരു ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ അവർ വന്നിരിക്കണ്ടോ. ഇത് തന്നെ പുറത്തെ വ്യൂസ് നമുക്ക് കാണാം. നമ്മൾ അവിടെ കൂടെയൊക്കെ നടന്നായിരുന്നു, അതൊക്കെ നമുക്ക് കാണാം കണ്ടോ. ഈ ടൈലൊക്കെ അവർ ഇപ്പിട്ടതാണോ എന്ന് എനിക്ക് ഇപ്പം ഇട്ടതെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതൊക്കെ അത്യാവശ്യം മോഡേൺ ടൈൽസാണ്. ഇതൊക്കെ പണ്ട് ഇങ്ങനത്തെ ആണോ എന്ന് അറിയാൻ പാടില്ല. എന്നാൽ അത്യാവശ്യം മോഡേൺ പിടിപ്പിച്ചിട്ടുണ്ട് ഇവർ കൊട്ടാരം, പുതുക്കിയിട്ടുണ്ട്. എന്തായാലും പണ്ട് ഇങ്ങനെയായിരുന്നില്ല കണ്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ആ സ്ട്രീറ്റ് ലൈറ്റൊക്കെ സ്ട്രീറ്റിലല്ല, ആ ഒരു ലൈറ്റൊക്കെ അവിടെ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല കണ്ടോ. അവിടെ ടിപ്പു സുൽത്താനും തൻ്റെ അനുയായികളും വന്ന് ഒരു ഫങ്ഷന് കാണുന്ന സ്ഥലമാണ് ഇത്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്, നമ്മൾ പോവുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ക്യാമറ പപ്പടയെ കൊടുത്തേക്കാണ്. ഇതാ പോകുന്നത് ഞാനാണ്. അപ്പോൾ ക്യാമറ പപ്പടയെ കൊടുത്തേക്കാണ്. ആ ഒരു പാട്ടൊക്കെ പപ്പയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ആ ഒരു
മൈസൂർ പാലസ് ഇതോടെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ ആനയുടെ തല തൂക്കുന്ന സാധനമില്ല, അതൊക്കെ ഉണ്ട്. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ അല്ല, പാലസിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലായിടത്തും ഇപ്പോൾ ഇറങ്ങിക്കണം. അപ്പം അതൊക്കെ പാലസിൻ്റെ ഉള്ളിലും ഓവറോൾ പാലസ് എത്ര ഉണ്ട്. അപ്പോൾ ഇത് പാലസിൻ്റെ പുറത്ത് ഒരു ഗാർഡൻ പോലത്തെ ഒരു വ്യൂ ആണിത്. ഞാൻ മരങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനത്തെ വ്യൂസാണ് ഈ സൈഡ്. അപ്പുറം സൈഡ് നമ്മൾ ഈ പാലസിലൂടെ കയറുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ, കഥയൊക്കെ നമ്മൾ കഥ പറഞ്ഞില്ലേ, ആ ഒരു ഏരിയയാണ് എൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ പുറകെ കൂടെ പോവുകയാണ് ഈ പാലസിൻ്റെ. അവിടെ എന്താണ്ട് അമ്പലവും ക്ഷേത്രമാണ് എന്താണ്ടോ ഉണ്ട്. പാലസിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോവുകയാണ് നമ്മൾ. ഇവിടെ നിന്ന് കണ്ടോ ഒരു പാലസിൻ്റെ വ്യൂ. സീനറി അതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അവരുടെ പൊളിയാണ് ഇവിടുത്തെ സീൻ. നല്ല ഒരു തണുപ്പാ, വെയിലൊന്നും ഇവിടെ ഇല്ല. കാര്യം പറഞ്ഞ ആ പാർക്കിംഗ് സൈഡൊക്കെ നല്ല വെയിലാണ്, മരങ്ങളെല്ലായിടത്തും വെയിലുണ്ടാവില്ല. നല്ല രസമാണ്. പാലസിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. പൈസ മുടക്കി വരാൻ വെറുത്താണ്. ഒന്ന് കണ്ടിട്ട് പോവാം. ഒന്നും കൂടെ പറയാണ്, വൺ എക്സ്പീരിയൻസ് ആണ്. മൈസൂരിലോട്ട് വരികയാണെങ്കിൽ ഒന്ന് കയറിയിട്ട് പോവാം ടിപ്പു സുൽത്താൻ പാലസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ്. പാലസ് ഇങ്ങനെ കഴിഞ്ഞൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റി. ഇന്നേക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വീഡിയോ ഉണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റിയ വരേണ്ട സ്ഥലമാണ് ശരിക്കും. അങ്ങനെ കണ്ട് അറിയേണ്ട സ്ഥലമല്ല, ഒന്ന് വലിയ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ ഇതൊക്കെയാണ്. അപ്പോൾ മീൽസാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ മീൽസ്. ഇതൊക്കെയാണ്. നല്ല ടേസ്റ്റാണ് സാധനത്തിനൊക്കെ. ഞാൻ കുറച്ച് കഴിച്ചു നോക്കി. പ്രത്യേകിച്ച് ഈ പായസം, ഇതപ്പം നല്ല രസമാണ് ഈ പായസം. നല്ലതായിട്ടുണ്ട്. എല്ലാം കൊള്ളാം. ഇതാണെങ്കിൽ തന്നെ ഇത് സെപ്പറേറ്റ് വേറെ കറിയാണ്. ഇതുകൊണ്ട് പയറോ കൊള്ളാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട മീൽസിനേക്കാളും അത്യാവശ്യം കൊള്ളാം. പായസമൊക്കെ തന്നിട്ടുണ്ട് അവർ. അത് കൊള്ളാം. നല്ല ഹോട്ടലിൽ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഉറങ്ങി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴൊക്കെ നമ്മൾ ഇറങ്ങുകയാണ് വൃന്ദാവൻ ഗാർഡനിലോട്ട്. ഞാൻ കഴിഞ്ഞല്ല, ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ പിന്നെ നല്ല രസമായിരിക്കും, പച്ചപ്പായിരിക്കും. വേണമെങ്കിൽ കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങാം. ഈ ട്രിപ്പിൽ പാതി ഉറക്കം. ഞാൻ ഇതല്ലേ പറഞ്ഞത്, ക്ഷീണാണ് കാര്യം പറഞ്ഞത്. ഉറക്കം ശരിയായില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതാണ് എന്ത് സാധനമെന്നറിയാല്ലേ. അപ്പോൾ വൃന്ദാവനിലോട്ട് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ എനിക്ക് കാണിക്കാം. റോഡൊക്കെ കണ്ടുകൊണ്ട് എടുത്ത് കാണുമല്ല. അപ്പോൾ അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് വൃന്ദാവൻ. അപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. പാർക്കിംഗ് സെക്ഷനാണ്. നല്ല തിരക്കാട്ടോ. എന്താണ്ട് എല്ലാ പിള്ളേരും ഇങ്ങനെ അവധി നേരമല്ലേ, കുറേ സ്കൂൾ പിള്ളേർ ടൂർ എന്ന് പറഞ്ഞ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ സീസണാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് വേണം. അതിന് മുമ്പ് ഒരു ഡാം ഉണ്ട്. ഒരു വലിയ ഡാമാണ്. ഇതാണ് ഇൻട്രസ്റ്റ്. വണ്ടി ക്യൂ ആട്ടോ, വൺ തിരക്കാണ്. ഇവിടെ നമ്മൾ കുറച്ച് നേരം ഉണ്ടാവും. തിരക്കാണ് ഭയങ്കര. അപ്പോൾ തിരക്കൊന്ന് കഴിയട്ടെ.
അപ്പൊ ഇത്തിരി ചുട്ട കോഴി അയ്യോ കൊതിയൻ ആർത്തിയുണ്ട്. നമ്മുടെ സ്വീറ്റ് കോൺ കണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണി പോലെ ചുണ്ടിയുടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതും മുളക് തേച്ച സ്വീറ്റ് കോൺ. എന്തായാലും തന്നെ ഞാൻ കുളിച്ചേക്കാം. ഇതാണ് വൃന്ദാവന് കയറുമ്പോൾ തന്നെ അവിടെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കലും ഭയങ്കര നേരം എടുത്ത് ശരിക്കും പറഞ്ഞാൽ. എന്നാലും അവസാനം എത്തി. ഒരു 5:50 ഞങ്ങൾ കയറിയതാണ്. ഇപ്പം 6:17 എപ്പോഴാണ് ഒന്ന് കയറാൻ പറ്റിയത്. 5:50 എന്താണ് അവിടെ വന്നത്. അപ്പം കുറച്ച് നേരം കിട്ടുന്നത്. അപ്പം കുറച്ച് പോപ്പുളൊക്കെ കഴിച്ച് സാധനം വന്ന് ഞാൻ നേരെ ഡാം കാണിച്ചില്ലേ, ഡാമാണിത്. യെസ്, അവസാനം എത്തിയിരിക്കുന്നത് ലാവങ്കാട്. അവിടെ ഡാമുണ്ട്. ആ ഡാം ഇപ്പം ഇരുട്ടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മര്യാദ കാണാൻ ഞാൻ നൈറ്റ് മോഡ് ഇടാം. ഭംഗിയുള്ള സ്ഥലമാണ്. ആ ടിപ്പു സുൽത്താൻ്റെ കോട്ട നിങ്ങൾ വന്നെയാണെങ്കിൽ അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് വരിക. അത് ഞാൻ അങ്ങനെ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യും. നല്ല രസമാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ നല്ല രസമാണ്. ഇവിടെ നല്ല രസമാണ്. അങ്ങോട്ടേ കുറേ ഉണ്ട് പോവാൻ. അപ്പം അതാണ് വൃന്ദാവൻ. ഇനിയുണ്ട്. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മൾ ഈ ഫോണിൽ മാത്രം കണ്ട് കാര്യമല്ല, നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. നല്ല രസമുണ്ട്. രാത്രിയാണ് ലൈറ്റൊക്കെ ഇട്ട് എന്താ നല്ല കാണാൻ. ഇത് അവിടേക്ക് നടക്കുന്നു. നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത്. അപ്പോൾ ഭയങ്കര വൈബാണ് ഇവിടെ. വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഈ ക്യാമറയെ പിടിച്ച് കാണരുത് നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾ വന്ന് അനുഭവിക്കേണ്ട എക്സ്പീരിയൻസ് ആണ്. എന്താ രസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസം. ഡാമാണത്. നല്ല രസമാണ്. ഇത് മൊത്തം കാണിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാൻ ഫൗണ്ടൈൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫൗണ്ടൈൻ കാണിച്ചത് നല്ല രസമാണ്. നമ്മൾ ഈ ടിപ്പു സുൽത്താൻ്റെ അത് കോട്ട കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ നമ്മൾ ഈ ഒരു വൃന്ദാവൻ കാടിലോട്ട് നല്ല രസമാണ്. ഒരു സ്വിമ്മിംഗ് പൂളിലെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ആരും ചാടി കുളിക്കുന്നില്ല. അവിടെ ചെന്നാൽ വെള്ളമൊക്കെ തുടക്കം വീഴും. അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് വ്ളോഗ് കഴിഞ്ഞ്. യെസ്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചില്ല. അതിൻ്റെ അർത്ഥം ഇത് വന്ന എക്സ്പീരിയൻസ് ആണ്. വെറുതെ ഫോണിലിരുന്ന് കാണേണ്ട ഐറ്റം അല്ല. കുറേ നിങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല. കുറേ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് എൻ്റെ ഞാനൊരു അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളോട്. ഞാൻ തുടക്കം ഒരു ഇൻ്റർഫേസ് കാണിച്ചു തന്നല്ലോ. വന്ന് കാണുക. രാവിലെയാണ്, രാത്രി
അപ്പോൾ നല്ല രസമുള്ള ഭംഗിയാണ് ഇവിടെ. അപ്പോൾ വന്ന് കാണുക ഈ വൃന്ദാവൻ. അപ്പൊ ഇവിടെ തങ്കടിക്കുന്നത് അതൊന്നും കൂടെ പറയൂ, ഒന്നും കൂടെ പറയൂ. ഞങ്ങളോ പെട്ടു, നിങ്ങളും കൂടെ പെട്ടേന്നാ പറയുന്നത്. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില വരിക, വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ. ഇനി വലിയ കാര്യമായിട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങാം. അപ്പോൾ ഇവിടുന്ന് മൻമോഹൻ സിംഗ് മരിച്ചത് കൊണ്ടാണ് അവിടെ ആ ഒരു ഭാഗത്ത് ലൈറ്റില്ലാത്തത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റില്ലാത്തത്. അതുകൊണ്ടാണ് അവിടെയൊക്കെ ലൈറ്റ് ഓഫ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊരു കാര്യം കൂടെയാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയാണ്. ഈ ഹോട്ടൽ കണ്ടപ്പോൾ തന്നെ സ്പാർക്ക് അടിച്ച്. വണ്ടികൾ കണ്ട എൻ്റെ അമ്മോ, വിൻറ്റേജ്. ഇതാണ് ഹോട്ടൽ. നമ്മൾ കയറിയ സെറ്റ് വൈബ് ഹോട്ടലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് മീൽ. രാത്രി ശേഷം പിന്നെ ആരും ഭക്ഷണം കഴിക്കില്ലല്ലോ. അപ്പൊ നല്ല വൈബ് ഹോട്ടലാണ്, എന്താ സെറ്റാണ്. അപ്പൊ ഉള്ളിൽ പോയിട്ട് നോക്കാം. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു ഹോട്ടൽ റിവ്യൂ ആണ്. നല്ല വൈബ്. നമ്മുടെ കൊച്ചിയിൽ പോയി, കൊച്ചിയില്ല, എൻ്റെ നാട് എറണാകുളത്ത് പോലും എത്ര വൈബുള്ള ഹോട്ടൽ ഇതുവരെ കണ്ടില്ല. വാവ്, സെറ്റ് വൈബ് എന്നൊക്കെ പറഞ്ഞ വൻ വൈബ്. എന്ത് വൈബ് ഹോട്ടലാണെന്നറിയോ? പാർക്കിംഗ് ആണെങ്കിൽ തന്നെ നല്ല വിശാല സ്ഥലം. 5 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും ഈ ഹോട്ടലിന്. വിൻറ്റേജ് കാർ മാത്രമല്ല ഗൈസ്, വിൻറ്റേജ് ബൈക്സ് ഉണ്ട്. ഹലോ, ടോക്കൺ എടുക്കണം. നമുക്ക് ടോക്കൺ എടുത്തിട്ടാണ് ഇവിടെ കഴിക്കേണ്ടത്. അപ്പം ടോക്കൺ എടുക്കാൻ പോയിട്ടുണ്ട് ആൾക്കാർ. എൻ്റെ ആൾക്കാർ എൻ്റെ അച്ഛനും വയ്ക്കുക, അതല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പം നല്ല വൈബ് ഹോട്ടലാട്ടോ. ഇത് നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ മസ്റ്റ് ഇവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ വന്നെ. ഈ ഹോട്ടലിന്റെ പേര് ഞാൻ അവസാനം പറഞ്ഞു. അപ്പൊ അവ നല്ല പാട്ടാട്ടാ. നേരത്തെ ആളെ കാണിച്ചതല്ലേ, അതാണ് അവിടെ പാട്ടുകാരെ. ഭയങ്കര പാട്ട്. നല്ല പാട്ടാണ്. അപ്പൊ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാം അല്ലേ? നമ്മുടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ്. അപ്പൊ എല്ലാവരും കൂടി കച്ചേരിക്ക നടക്കുന്നതാണ്. കേൾക്കാൻ പറ്റുമോ അറിയുമ്പോൾ നല്ല ലൗഡിലാണ് കച്ചേരിയൊക്കെ. നല്ല അർത്ഥപരമായ പാട്ടുകളാണ്. അപ്പൊ ഗായ്സ്, നമ്മുടെ ബട്ടർ നാം വന്നിട്ടുണ്ട്. നമ്മുടെ ഓർഡർ पनीर बटर of course, butter naan. എന്താണ് ബട്ടർ ചിക്കൻ ചിക്കന് പനീർ
ആ ഗായകന്റെ പാട്ട് നിർത്തിയ എൻജോയ് ചെയ്ത് തന്നെ നല്ല അർത്ഥഭരിതമായ പാട്ടായിരുന്നു ഗൈസ്. One more butter chicken, one pizza. नहीं butter pizza, butter. അപ്പൊ നമുക്ക് നേരത്തെ ഒരു ബട്ടർ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ. അപ്പൊ അതും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. നല്ല നല്ല ക്രിസ്പിയാണ് ബട്ടർ ചിക്കൻ. ഇത് ബട്ടർ ചിക്കനാണ്, പനീറുണ്ട്, ബട്ടർ ചിക്കനുണ്ട്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്രിസ്പിയാണ്, നമ്മൾ കഴിച്ചു നോക്കാം. നാടുണ്ട് ആ ഒരു മൊരിപ്പും ആ ഒരു ക്രീമി ഫ്ലേവർ നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഇത് ബട്ടർ ചിക്കൻ അങ്ങനെ നോക്കാം. ബട്ടർ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല, കഴിക്കുമ്പോൾ അമേസിങ് ആണ്. നല്ല ഒരു ഫ്ലേവറും ഒരു എല്ലാം ഉണ്ട്. ചൂടോടെ കഴിക്കണം, അല്ലാണ്ട് ആർക്കണ്ട് കഴിക്കണം. നല്ല രസമുള്ള ഫുഡാണ്. എന്നോട് ഇത് ആരെങ്കിലും റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു 8 out of 10 ഞാൻ കൊടുക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഞാൻ മാത്രമല്ല എല്ലാവരും പറഞ്ഞിട്ട് തന്നെയാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ആ പാട്ട് പറഞ്ഞ അപ്പം നമുക്ക് നമിച്ചേ പറ്റും. തീർന്നു പോയി. അപ്പൊ ഒരു കാണിച്ചെന്ന് വെച്ച് ഈ ഹോട്ടലിന്റെ വീഡിയോയിൽ കുറെ കണ്ടല്ലോ, അത് വെച്ച് ഈ ഹോട്ടലിന്റെ ഓരോ റിവ്യൂ എന്താണെന്ന് കമന്റ് വയ്ക്കുക. ഈ ഒരു വഴിക്ക് തന്നെയാണ് എന്തായാലും ഹോട്ടലിൽ കയറി. നല്ല രസമുള്ള ഹോട്ടലാണ്. കഴിച്ചിറങ്ങി നല്ല ഫുഡായിട്ട്. അപ്പോൾ നല്ല വൈബ്. അപ്പം ഇതാണ് നമ്മുടെ ആ പാട്ട് പാടുന്ന അപ്പാപ്പൻ. അപ്പം ഇത്രയും നേരം നമ്മുടെ പാടിപ്പാടി സന്തോഷിപ്പിച്ച അപ്പാപ്പൻ അതാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലാണിത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടുത്തെ നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ പൂജാരീസ് ഫിഷ് ലാൻഡ്, അതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നല്ലൊരു ഹോട്ടലാണ്. വിൻറ്റേജ് കാറുകളുണ്ട്. ബൈക്ക് ആരാധകരാണെങ്കിൽ വിൻറ്റേജ് ബൈക്ക്. പിന്നെ ചെറിയൊരു സൂ പോലത്തെ ഒരു ഓന്തുണ്ട്. കുറച്ച് പശുക്കളൊക്കെ ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരു മികച്ച ഹോട്ടലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വരുമ്പോൾ ഒന്ന് പൂജാരീസ് ഫിഷ് ലാൻഡിലോട്ടൊന്ന് കയറുക.
ആ പട്ടിയാണ് നമ്മുടെ വീടിന് കാവലിന് ഉന്നയിച്ച പട്ടി. കാരണം അത് ഇവിടെ വളർത്തുന്ന പട്ടിയാണ്. അവിടെ വീടിൻ്റെ കാവലിന് ഉന്നയിച്ച പട്ടിയായിരുന്നു. അപ്പോൾ ഈ പട്ടി പാമ്പട്ടി കേട്ടോ, കാണുമ്പോൾ ഇത്തിരി ടെററായിട്ടൊക്കെ തോന്നുന്ന പാമ്പട്ടിയാണ്. എപ്പിസോഡിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു പട്ടീനെ പറ്റി, അതാണ്. അപ്പം നല്ലൊരു പട്ടിയാട്ടോ അത്. കാണുമ്പോൾ ഇങ്ങനെ ടെറർ പോലെ തോന്നും, പക്ഷെ ആള് ശരിക്കും പാവമാണ്. പിങ്ങരെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ പാർട്ട് 3 കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ നാളെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ ട്രിപ്പ് എന്താണ് കഴിയാറായി. That's all I have for now. It's me Adarsh from Meditax signing out.